നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വടകര താലൂക്കിൽ അനധികൃത ഖനനവും മണ്ണെടുക്കലും വയൽ നികത്തലും വ്യാപകമാകുന്നതായി പരാതി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മണ്ണെടുക്കൽ യന്ത്രങ്ങളും ടിപ്പർ ലോറികളും പിടികൂടി. റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് തിരക്കിലായതോടെയാണ് നിയമലംഘനങ്ങൾ വ്യാപകമായതെന്നാണ് പരാതി. അനധികൃത മണ്ണെടുപ്പിനും വയൽ നികത്തലിനുമെതിരെ നിരവധി പരാതികളാണ് അധികൃതർക്ക് ലഭിക്കുന്നത്. പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ടിപ്പർ ലോറികളും മണ്ണുമാന്തി യന്ത്രങ്ങളും കംപ്രസറും പിടികൂടി. ക്വാറികളിൽ പലതിനും ലൈസൻസ് ഇല്ലെന്ന് പരാതിയുണ്ട്. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാവിധ നടപടികളും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നുണ്ട്. തീർച്ചയായും അനധികൃത ഖനനം തടയാനാവശ്യമായ എല്ലാ നടപടികളും റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പരാതികൾ ഓരോന്നും സൂക്ഷ്മമായി പരിശോധിച്ച് അതിന്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഞങ്ങൾ നടപടി സ്വീകരിക്കാറുള്ളൂ. ക്വാറി പ്രവർത്തിക്കാൻ വിവിധ വകുപ്പുകളുടെ അനുമതികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസും വേണം. മണ്ണ് നീക്കം ചെയ്യാൻ ജിയോളജി വകുപ്പും അനുമതി നൽകണം. അനുമതികളൊന്നുമില്ലാതെയാണ് പലയിടത്തും ക്വാറികളുടെ പ്രവർത്തനം. പരിശോധന വ്യാപകമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വടകര. കോടഞ്ചേരി പതങ്കയം വെള്ളച്ചാട്ടത്തിൽ ഒന്നിനു പിന്നാലെ ഒന്നായി അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല. സന്ദർശകർക്ക് നിയന്ത്രണവുമില്ലാത്തതാണ് അപകടം വിളിച്ചുവരുത്തുന്നത്. മലപ്പുറം താനൂർ സ്വദേശികളായ സഹോദരങ്ങൾ കയത്തിൽ മുങ്ങിമരിച്ചതാണ് അവസാന സംഭവം. മലപ്പുറം താനൂർ സ്വദേശികളായ വിഷ്ണുവും വിശാഖുമാണ് ചൊവ്വാഴ്ച രാവിലെ വെള്ളച്ചാട്ടത്തിൽ മുങ്ങിമരിച്ചത്. പരിസരവാസികൾ ഇരുവരെയും കരയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ തിരുവങ്ങാടി സ്വദേശിയായ വിദ്യാർത്ഥിയും ഇതേ സ്ഥലത്ത് മുങ്ങിമരിച്ചിരുന്നു. 4 വർഷത്തിനിടെ 11 പേരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. പാറപ്പുറത്തുനിന്ന് കാൽവഴുതി കയത്തിലേക്ക് പതിക്കുന്നതും കുളിക്കുന്നതിനിടെ കയത്തിൽ അകപ്പെട്ടുമാണ് അപായമുണ്ടാകുന്നത്. വീതി കുറഞ്ഞതും ആഴമേറിയതുമായ കയത്തിൽ അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പാഴാവുകയാണ്. സഞ്ചാരികളുടെ അശ്രദ്ധയും അധികൃതരുടെ അനാസ്ഥയുമാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്നതെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത തമ്പി വർഗീസ് പറയുന്നു. മേളിൽ നിന്നുള്ള യാതൊരു നടപടികളും ഇല്ല. ഇടയ്ക്ക് വല്ലപ്പോഴും ഒന്നും ഒരു പോലീസുകാർ വന്ന് അന്വേഷിച്ച് ഇതൊക്കെ പോകുന്നതല്ലാതെ അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതിൽ വരുന്നവരുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്നതാണ് 100% അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്നതാണ്. 100% അഹങ്കാരം കൊണ്ട് മാത്രം സംഭവിക്കുന്ന കേസ്. സെൽഫി എടുക്കുക, പാറപ്പുറത്തുനിന്ന് ചാടുക, അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതിപ്പോൾ ഈ 4-5 കൊല്ലത്തിനിടയിൽ ഇത് 11ാമത്തെ മരണോ ഇവിടെ. ഞങ്ങൾ അതിനു മുമ്പ് ഒറ്റപ്പെട്ട മരണങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ടൂറിസ്റ്റുകളൊന്നും ഇല്ലാത്ത സമയമാണ്. ഇന്നിപ്പോഴത്തെ അത് മുങ്ങിയെടുക്കേണ്ട ഒരു കേസൊന്നും ഇല്ലായിരുന്നു. ചെറിയ ഒരാൾ വെള്ളത്തിനകത്ത് മരിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരു 4 പേരെ ഞാൻ അടിത്തട്ടി പോയിട്ട് ഫയർഫോഴ്സിനും പോലീസുകാർക്കും സാധിക്കാത്ത കാര്യമാണ്. ഞാൻ മുങ്ങി അടിപ്പോയി എടുക്കും. അപകട സാധ്യതയുള്ള ഭാഗങ്ങളിൽ ഒരു സൂചനാ ബോർഡ് പോലും അധികൃതർ വെച്ചിട്ടില്ല. സഞ്ചാരികളുടെ ജീവന് അപകടത്തിലാകുന്നത് പതിവായിട്ടും കോടഞ്ചേരി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ ടൂറിസം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കോടഞ്ചേരി. കുമളി പഞ്ചായത്തും പെരിയാർ കടുവാ സങ്കേതവും വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ മാലിന്യം നിറഞ്ഞ തോട് ശുചീകരിച്ചു. പുനർജനി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആനച്ചാൽ മുതൽ കനാൽ വരെയുള്ള ഭാഗം മാലിന്യമുക്തമാക്കി. അട്ടപ്പള്ളം, 1-ാം മൈൽ, റോസാപ്പൂക്കണ്ടം, ഗാന്ധിനഗർ കോളനി എന്നിവിടങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന തോടുകളാണ് മലിനജലം കലർന്ന് ഉപയോഗശൂന്യമായത്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നുമുള്ള അഴുക്കുവെള്ളവും അവശിഷ്ടങ്ങളും കലർന്നാണ് തോടുകൾ മാലിന്യവാഹിനികളായതെന്നാണ് നാട്ടുകാരുടെ പരാതി. തോടുകൾ മാലിന്യമുക്തമാക്കാൻ ജനുവരിയിൽ സംഘടിപ്പിച്ച പുഴ നടത്തം പരിപാടിയുടെ തുടർച്ചയായാണ് ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചത്. പെരിയാർ കടുവാ സങ്കേതം അധികൃതർ മുൻകൈയെടുത്താണ് വനാതിർത്തിക്കുള്ളിൽ ശുചീകരണം നടത്താൻ പദ്ധതിയിട്ടത്. കുമളിയിലുള്ള എല്ലാ സംഘടനകളുടെയും എല്ലാവരും കൂടി ചേർന്ന് PTR-ഉം ഫോറസ്റ്റും അതോടൊപ്പം പഞ്ചായത്തും മറ്റ് എല്ലാ സംഘടനകളും സാമൂഹിക സംഘടനകളും എല്ലാം കൂടി ചേർന്ന് ഇന്നൊരു 6 റീച്ചായിട്ട് ആനവച്ചാൽ തേക്കടി തോടിനെ 6 റീച്ചായിട്ട് തിരിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്ലാസ്റ്റിക്കും മറ്റ് സാധനങ്ങൾ പെറുക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ഹിറ്റാച്ചി ഉപയോഗിച്ച് തോടിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് തോടിനെ നന്നായിട്ട് സുഗമമായിട്ട് ഒഴുകുവാനായിട്ടുള്ള ഒരു ജോലിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. 650ഓളം പേർ പങ്കെടുത്തു. 800ഓളം ചാക്കുകളിൽ ശേഖരിച്ച മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലേക്ക് മാറ്റി. ന്യൂസ് 18 കുമളി. മംഗലാപുരത്ത് നിന്ന് അടിയന്തര ചികിത്സയ്ക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന്റെ ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ വൈകിട്ടോടെ തീരുമാനമുണ്ടാകും. ഇന്നലെ വൈകിട്ട് 4:30 ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിനെ 24 മണിക്കൂർ നിരീക്ഷണത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ സംസ്ഥാനത്ത് എയർ ആംബുലൻസ് വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കാനാണ് 15 ദിവസം പ്രായമുള്ള കുഞ്ഞുമായി ആംബുലൻസ് മംഗലാപുരത്ത് നിന്ന് തിരിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നിർദ്ദേശപ്രകാരം
കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. വൈകിട്ട് 4:30 ആശുപത്രിയിലെത്തിച്ച കുഞ്ഞിനെ 24 മണിക്കൂർ നിരീക്ഷണത്തിന് വിധേയമാക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചു. ശസ്ത്രക്രിയയുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഹൃദയ സംബന്ധമായ വിവിധ പ്രശ്നങ്ങളുള്ള കുഞ്ഞിന്റെ ആരോഗ്യനില ഗുരുതരമായതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. കുഞ്ഞിന് വിദഗ്ധ ചികിത്സ നൽകാൻ സംസ്ഥാന സർക്കാർ ഡോക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ചികിത്സാ ചെലവും സർക്കാർ വഹിക്കും. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചാണ് തിരുവനന്തപുരം വരെ എത്തിക്കാൻ കാത്തിരിക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറഞ്ഞു. ഇത്തരം അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ എയർ ആംബുലൻസ് വാങ്ങുന്നത് പരിഗണനയിലുണ്ടെന്നും മന്ത്രി ന്യൂസ് 18 പറഞ്ഞു. ഇത്തരം കേസുകളിൽ നമുക്ക് ബൈ റോഡ് തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ കേരളത്തിലൊരു നല്ല ട്രോമാ കെയർ സംവിധാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ ഒരു ടോട്ടൽ ട്രോമാ കെയർ പ്രോജക്റ്റിന് രൂപം കൊടുക്കുകയും അതിപ്പോൾ ആംബുലൻസുകളൊക്കെ വാങ്ങുന്നത് ടെൻഡർ ചെയ്ത് ഒരു കമ്പനി അത് എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് ഇടവിട്ട് പെട്ടെന്ന് പ്രശ്നമുള്ളിടത്തേക്ക് ആംബുലൻസ് എത്താനുള്ള സംവിധാനമാണ് ഇനി ഉണ്ടാക്കാൻ. മംഗലാപുരത്ത് നിന്ന് ആംബുലൻസ് പുറപ്പെട്ടതു മുതൽ തടസ്സമുണ്ടാകാതിരിക്കാൻ പോലീസ് ഗതാഗതം ക്രമീകരിച്ചിരുന്നു. 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ആംബുലൻസ് കൊച്ചിയിലെത്തിയത്. ന്യൂസ് 18 കൊച്ചി. ഇനി നാട്ടുവോട്ട്. LDF പ്രചാരണത്തിനായി കുട്ടികളുടെ കലാസംഘം ഒരുങ്ങുന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി AM ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് കലാജാഥ തയ്യാറാകുന്നത്. ബാലസംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. 2 നാടകങ്ങൾ, നൃത്തശില്പങ്ങൾ, നാടൻപാട്ട്, കവിതകൾ എന്നിവ കോർത്തിണക്കി 1 മണിക്കൂർ ദൈർഘ്യമുള്ള കലാജാഥയാണ് ചിട്ടപ്പെടുത്തുന്നത്. ഭാവി ഭാരതത്തിനായി കുട്ടികൾക്കും ചിലത് പറയാനുണ്ട് എന്ന പേരിലാണ് ജാഥ. 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളായിട്ടാണ് ഓരോ കേന്ദ്രത്തിലും അവതരിപ്പിക്കുന്നത്. അത് നൃത്തശില്പമായിട്ടാണ്, അതേപോലെ തന്നെ നാടകങ്ങൾ, ലഘുനാടകങ്ങളായിട്ടുണ്ട്, അതുപോലെ തന്നെ മോണോ ആക്ട്, നാടൻപാട്ട്, അങ്ങനെ വിവിധ കവിതാശാലങ്ങളുടെ എല്ലാ രൂപത്തിലൊരു കോർത്തിണക്കിയ ഒരു കലാസന്ധ്യ എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ തവണയും ഈ കലാജാഥ ഓരോ സ്ഥലത്തും അവതരിപ്പിക്കപ്പെടുന്നത്. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ കലാജാഥ പരിപാടികൾ അവതരിപ്പിക്കും. തൊടിയൂർ കൃഷ്ണൻ, അമൽ മുട്ടറ, കലാമണ്ഡലം അക്ഷയ, ബീന, KS പുരം ഗോപൻ, ഷാനവാസ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അക്ഷയ രവീന്ദ്രന്റെ നേതൃത്വത്തിലുള്ള 20ഓളം കുട്ടികളാണ് സംഘത്തിലുള്ളത്. ന്യൂസ് 18 കരുനാഗപ്പള്ളി. അച്ഛന് വോട്ട് അഭ്യർത്ഥിച്ച് 6 വയസ്സുകാരിയായ മകൾ അഭിനയിച്ച സംഗീത ആൽബം. എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡന് വേണ്ടി മകൾ ക്ലാരയാണ് പാട്ടിലൂടെ വോട്ട് തേടുന്നത്. ഹൈബിയുടെ ഭാര്യ അന്നയും ഈ ആൽബത്തിലുണ്ട്. അമ്മ മകളെ സംഗീതം പഠിപ്പിക്കുന്ന രീതിയിലാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. പാടുന്നത് ഹൈബി ഈഡന്റെ മകൾ ക്ലാര, പഠിപ്പിക്കുന്നത് ഹൈബിയുടെ ഭാര്യ അന്ന. സംഗീത സംവിധായകൻ മെജോ ജോസഫും സംഘവുമാണ് പാട്ടിന്റെ ചിത്രീകരണത്തിന് സഹായിച്ചത്. അയച്ചുകൊടുത്ത 3 ട്യൂണുകളിൽ നിന്ന് ക്ലാര തന്നെയാണ് ഇഷ്ടപ്പെട്ട ട്യൂൺ തിരഞ്ഞെടുത്തത്. വിനായക ശശികുമാറിന്റേതാണ് വരികൾ. ഹൈബിയോടൊപ്പം ക്ലാര പ്രചാരണത്തിന് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗാനത്തിന്റെ ചിത്രീകരണത്തിന് 1.5 മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂവെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ന്യൂസ് 18 കൊച്ചി.
ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരിടത്ത് LDF ലീഡ് ചെയ്താൽ അവർക്ക് സ്വർണ്ണമോതിരം നൽകാമെന്ന വാഗ്ദാനവുമായി ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ. എല്ലായിടത്തും UDFന് വ്യക്തമായ ലീഡ് ഉണ്ടായാൽ തിരികെ പാരിതോഷികം തരുവാൻ LDF തയ്യാറാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. തെരഞ്ഞെടുപ്പിൽ LDFന് മുൻതൂക്കമുണ്ടാകുമെന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യ ഘട്ടത്തിലേക്ക് വന്ന ഘട്ടത്തിൽ പറയുന്നു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ LDF ഏതെങ്കിലും അസംബ്ലി മണ്ഡലത്തിൽ വ്യക്തമായ ലീഡ് നേടിയാൽ LDF നേതാക്കന്മാർക്ക് സ്വർണ്ണ മോതിരം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അവർ ഏതെങ്കിലും ഒരു അസംബ്ലി മണ്ഡലത്തിൽ അവർ ലീഡ് ചെയ്താൽ ആ വാഗ്ദാനം ഞങ്ങൾ കൃത്യമായി നിറവേറ്റും. 7 അസംബ്ലി മണ്ഡലത്തിലും വ്യക്തമായ ലീഡ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് നേടും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അശേഷം സംശയമില്ല. നേരെ തിരിച്ച് ഒരു അസംബ്ലി മണ്ഡലത്തിലും വ്യക്തമായ ലീഡ് ലഭിക്കാതെ വന്നാൽ തിരികെ ആ വാഗ്ദാനം ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം കൂടി ഞങ്ങൾ ഉന്നയിക്കുകയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K സുധാകരന് ആലക്കോട് മേഖലയിൽ ആവേശോജ്വലമായ സ്വീകരണം. അരിവിളഞ്ഞപൊയിലിൽ നിന്ന് ആരംഭിച്ച പര്യടന പരിപാടി കരുവഞ്ചാലിൽ സമാപിച്ചു. നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് UDF സ്ഥാനാർത്ഥി മലയോരത്തെത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ കാത്തുനിന്നു. ജില്ലയിലെ UDF നേതാക്കളും സുധാകരനൊപ്പം പ്രചാരണത്തിന് സജീവമായിരുന്നു. അരിവിളഞ്ഞപൊയിൽ KC ജോസഫ് MLA പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉദയഗിരി, തേർത്തല്ലി, ആലക്കോട്, കരുവഞ്ചാൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണ പരിപാടികൾ. ന്യൂസ് 18 ആലക്കോട്. മലയോരത്തെ ഇളക്കിമറിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ശ്രീമതിയുടെ റോഡ് ഷോ. അരങ്ങം പഞ്ചായത്ത് കവലയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോയിൽ അണിനിരുന്നത് 2000-ഓളം ഇരുചക്ര വാഹനങ്ങളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് വേറിട്ട പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നെത്തിയ പ്രവർത്തകർ അരങ്ങം ക്ഷേത്ര മൈതാനിയിൽ ഒത്തുകൂടി. സ്ഥാനാർത്ഥിയുടെ തുറന്ന വാഹനത്തിനു പിന്നിലായി ചിഹ്നം പതിച്ച പതാകയുമായി പ്രവർത്തകർ അണിനിരന്നു. ആലക്കോട്, കരുവഞ്ചാൽ, നടുവിൽ, ചെമ്പേരി, പയ്യാവൂർ തുടങ്ങിയ പ്രധാന ടൗണുകളിൽ കൂടി സഞ്ചരിച്ച ശ്രീകണ്ഠാപുരത്തായിരുന്നു സമാപനം. സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചാണ് പ്രവർത്തകർ നീങ്ങിയത്. റോഡ് ഷോ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ഓരോ പ്രദേശത്തും തടിച്ചുകൂടിയത്. ന്യൂസ് 18 ആലക്കോട്. കാസർഗോഡ്, കണ്ണൂർ, വടകര മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും നേതാക്കളും പങ്കെടുക്കുന്ന അവലോകന യോഗത്തിനായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എത്തുന്നു. യോഗത്തിന് ശേഷം കണ്ണൂർ സാധു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കണ്ണൂരിൽ നിന്ന് അശ്വിൻ വല്ലത്ത് ചേരുകയാണ്. അശ്വിൻ, വിശദാംശങ്ങൾ. ദിവ്യ, രാഹുൽ ഗാന്ധി അദ്ദേഹം താമസിക്കുന്ന കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരമാണ് ഈ യോഗം നടക്കുന്ന സാധു ഓഡിറ്റോറിയത്തിലേക്കുള്ളത്. ഇങ്ങോട്ടേക്ക് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പുറപ്പെട്ട് ഇരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തും. കണ്ണൂർ, കാസർഗോഡ്, വടകര മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, UDF നേതാക്കളാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. 350 പേരാണ്. VIP പാസുകൾ മുഖേന 350 പ്രവർത്തകരാണ് ഇതിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനായി പ്രവർത്തകരെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുലിന് കണ്ണൂർ ജില്ലയിൽ മറ്റു പൊതുപരിപാടികളൊന്നുമില്ല. നേരത്തെ നിശ്ചയിച്ച പ്രകാരം 8 മണിക്കായിരുന്നു യോഗം തുടങ്ങേണ്ടിയിരുന്നത്. എന്നാൽ സമയത്തിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ 8:40 കഴിയുന്നു. അത്രയും സമയം ഇന്ന് നമുക്കറിയാം രാഹുലിന് വയനാട്ടിൽ തിരുനെല്ലിയിലും ബത്തേരിയിലും പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ് തിരുവമ്പാടിയിലും വണ്ടൂരിലും തൃത്താലയിലും പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ സമയക്രമം പാലിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ പരിപാടികൾ എന്നറിയിച്ചിരുന്നെങ്കിൽ കൂടിയും സമയം ഏതാണ്ട് 40 മിനിറ്റോളം വൈകിയിരിക്കുന്നു. രാഹുലിൻ്റെ ഒരു ചെറു പ്രസംഗം മാത്രമായിരിക്കും ഇവിടെ ഉണ്ടാവുക, ഈ യോഗ സ്ഥലത്തുണ്ടാവുക. ഏതാണ്ട് 20 മിനിറ്റോളം സമയം അദ്ദേഹം പ്രവർത്തകരോടും നേതാക്കളോടും സംസാരിക്കും. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഇവിടെ DFC ആസ്ഥാനത്തുള്ള ഹെലിപ്പാഡിൽ നിന്നാണ് തിരുനെല്ലിയിലേക്ക് പോകുന്നത്. തിരുനെല്ലിയിൽ അദ്ദേഹത്തിന് പിതൃതർപ്പണ ക്രിയകൾ ഉൾപ്പെടെ നടത്താനുണ്ട്. ഏതായാലും ഈ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം ഇവിടങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളും ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഈ നേരത്തെ അദ്ദേഹം കാസർഗോഡ് പെരിയയിലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും വീട്ടിൽ നോമിനേഷൻ നൽകുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഇത് 2ാം തവണയാണ് അദ്ദേഹം ഈ മേഖലയിൽ, വടക്കൻ മലബാർ മേഖലയിലേക്ക് എത്തുന്നത്. പ്രവർത്തകരോട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട
കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് പരിപാടി പൂർത്തിയാക്കി ഏതാണ്ട് 9:30 തന്നെ ഇവിടെ നിന്ന് ഹെലിപ്പാഡിലേക്ക് യാത്രയാവും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ, അവലോകന യോഗം എന്ന് പറയുമ്പോൾ ഒരു ദൈർഘ്യമേറിയ അവലോകന യോഗമായിരിക്കുമോ അതോ വളരെ കുറച്ചു നേരം രാഹുൽ ഗാന്ധി മാത്രം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് പോകാനായിരിക്കുമോ സാധ്യത? അത്തരമൊരു ചർച്ചകൾക്കോ അങ്ങനെ ദൈർഘ്യമേറിയ ഒരു യോഗത്തിനോ സാധ്യതയില്ല. കാരണം ഇപ്പോൾ തന്നെ സമയം 40 മിനിറ്റോളം വൈകിയിരിക്കുന്നു. അദ്ദേഹത്തിന് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പരിപാടികളുണ്ട്. വൈകുന്നേരം ഫ്ലൈറ്റിന് കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകാനുള്ള, അതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി ഇവിടെ പ്രവർത്തകരോട് അല്പസമയം സംസാരിക്കുക മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സമയക്രമം മാറിയതുകൊണ്ട് തന്നെ അത് അധിക നേരം നീണ്ടു നിൽക്കാനും സാധ്യതയില്ല. ഏതാണ്ട് അരമണിക്കൂർ സമയത്തോളം യോഗം ഉണ്ടാവും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനുശേഷം ഇവിടെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്ന് അറിയിക്കുന്നു. അതിനുശേഷമാണ് ഇവിടെ ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെയുള്ള DFC ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്ക് യാത്രയാവുക. അത് അവിടെ എത്തിയ ശേഷം അവിടെ നിന്നാണ് തിരുനെല്ലിയിലേക്കുള്ള യാത്ര. അതുകൊണ്ട് തന്നെ ഈ യോഗം പ്രധാനപ്പെട്ട നേതാക്കളോട് തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ചും മറ്റും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുക എന്നല്ലാതെ മറ്റു ചർച്ചകൾക്കോ ഒന്നും സാധ്യതയില്ല. ഇന്നലെ തന്നെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിലെത്തി കണ്ടിരുന്നു. രാഹുൽ ഗാന്ധിയോടൊപ്പം മുകുൾ വാസ്നിക്, അതേപോലെ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിമാരാണ്. അതോടൊപ്പം ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്. ഇങ്ങനെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. അവരും അദ്ദേഹത്തോടൊപ്പം വയനാട്ടിലേക്ക് യാത്രയാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളോട് UDF കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവരോട് സംസാരിക്കുക. 350 പേർക്കാണ് പാസുകൾ നൽകിയിരിക്കുന്നത്. അവരോട് സംസാരിക്കുക മാത്രമായിരിക്കും ഈ യോഗത്തിലുണ്ടാവുക. അശ്വിൻ, രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് പുറപ്പെട്ടോ? എത്ര മണിയോടുകൂടി, അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എത്തിച്ചേരുമോ? തീർച്ചയായും അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി എന്നാണ് നമ്മൾ അല്പസമയം മുൻപ് നമുക്ക് ലഭിച്ചൊരു വിവരം. ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ 5 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്കുള്ളത്. വാഹനം ഗതാഗതം മുഴുവൻ, ഈ റൂട്ടിലെ വാഹന ഗതാഗതം മുഴുവൻ പോലീസ് നിയന്ത്രണത്തിലാണ്. രാഹുൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഈ മേഖലയിൽ വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടാവും. ഇവിടെ എത്തുന്നവരെയുള്ള ആ സമയം നിയന്ത്രണം ഉണ്ടാവും. അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്ക് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പം മുൻപാണ് അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി എന്നുള്ള തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചത്. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ചും ഈ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിന് അടുത്ത് തന്നെയാണ് DFC ആസ്ഥാനം. അവിടെയാണ് ഹെലിപ്പാഡ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ പോലീസ് ആസ്ഥാനത്തായിരുന്നു ഈ ഹെലിപ്പാഡ് സൗകര്യം ഒരുക്കുന്നതെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് സുരക്ഷാ കാരണങ്ങളാൽ DFC ആസ്ഥാനത്തേക്ക് അത് മാറ്റുകയായിരുന്നു. ഈ പാസുകൾ, നേരത്തെ അനുവദിച്ച പാസുകളുള്ള നേതാക്കളെ മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതും SPG പരിശോധിച്ച പാസുകളുള്ള നേതാക്കളെ മാത്രമേ ഉള്ളിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതീവ സുരക്ഷയാണ് ഈ സാധു ഓഡിറ്റോറിയത്തിനും പരിസരത്തും കണ്ണൂർ നഗരത്തിലും എല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. SPGയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് രാഹുൽ താമസിക്കുന്ന കണ്ണൂർ ഗസ്റ്റ് ഹൗസും അതേപോലെ തന്നെ ഈ സാധു ഓഡിറ്റോറിയവും. ഇവിടെ പരിപാടിക്കായി പ്രവർത്തകരെല്ലാം തന്നെ, നേതാക്കളെല്ലാം തന്നെ നേരത്തെ തന്നെ ഗസ്റ്റ് ഹൗസിൽ 8 മണിക്ക് മുൻപ് തന്നെ ഗസ്റ്റ് ഹൗസിൽ സാധു ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവരെല്ലാം പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷം ഇവർ ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കളെല്ലാം പുറത്ത് നിൽപ്പുണ്ട്. ഒരു 5 മിനിറ്റിനകം തന്നെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിൻ, ഈ 3 മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും മറ്റ് നേതാക്കളുമാണോ ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നത്? എന്താണ് ഈ ഒരു യോഗത്തിലൂടെ ഉദ്ദേശിക്കുന്നത്? ഈ വടക്കൻ മലബാർ മേഖലയിൽ അദ്ദേഹത്തിന് മറ്റു പൊതുപരിപാടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അഭിസംബോധന ചെയ്യുക എന്നതാണ് ഈ അവലോകന യോഗത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കളുമായി, ഈ DCC അധ്യക്ഷനുമായും അതുപോലെ തന്നെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരനുമായൊക്കെ തന്നെ ഇന്നലെ രാത്രി തന്നെ ചർച്ചകളെല്ലാം നടത്തിയിരുന്നു. അവരുമായി ഒരു കൂടിക്കാഴ്ച ഇന്നലെ രാത്രി അദ്ദേഹം ഏതാണ്ട് 9:55 അദ്ദേഹം കണ്ണൂർ ഗസ്റ്റ് ഹൗസിലെത്തിയത്. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം ഇവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുകൊണ്ട് അത്തരമൊരു ചർച്ചകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. അദ്ദേഹം ഈ നേതാക്കളോട് സംസാരിക്കുക. ഈ വടക്കൻ മേഖലയിൽ അദ്ദേഹം എത്തുന്നു, പ്രധാനപ്പെട്ട പ്രവർത്തകരെയും നേതാക്കളെയും കാണുന്നു എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യമില്ല. ഒരു പൊതുപരിപാടി ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു യോഗം ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 മിനിറ്റ് സമയം, അത്രയും സമയം മാത്രമേ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളൂ. അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഗസ്റ്റ് ഹൌസിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി സാധു ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേരും. കാർഷിക കേരളം.
കാർഷിക വിളകൾക്കായി സൂക്ഷ്മാണുവളം തയ്യാറാക്കി ശ്രദ്ധേയനാവുകയാണ് കിഴക്കോത്ത് വലിയപറമ്പ് സ്വദേശി രാധാകൃഷ്ണൻ. കൃഷിഭവന്റെ നിർദ്ദേശപ്രകാരം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി ആദ്യഘട്ടത്തിൽ തന്നെ വിജയമായത് രാധാകൃഷ്ണന് കൂടുതൽ കരുത്തേകുകയാണ്. ജൈവ കൃഷിക്ക് ഏറെ ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൂട്ട് സ്വന്തമായി നിർമ്മിച്ചെടുത്ത് കാർഷിക മേഖലയ്ക്ക് കരുത്തേകാനാണ് കിഴക്കോത്ത് വലിയപറമ്പ് മാട്ടുലായ്മൻ രാധാകൃഷ്ണന്റെ ശ്രമം. കിഴക്കോത്ത് കൃഷി ഓഫീസർ നസീറിന്റെ നിർദ്ദേശപ്രകാരമാണ് രാധാകൃഷ്ണൻ വോം എന്നറിയപ്പെടുന്ന മൈക്കോറൈസ തയ്യാറാക്കാൻ തീരുമാനിച്ചത്. ചെടികളുടെ വേരും മണ്ണും കമ്പോസ്റ്റും ഉൾക്കൊള്ളുന്ന കൂട്ടിലേക്ക് മൈക്കോറൈസ എന്ന സൂക്ഷ്മാണുക്കൂട്ട് ചേർത്താണ് വോം തയ്യാറാക്കുന്നത്. ആവശ്യത്തിനുള്ള മണ്ണും മണ്ണിര കമ്പോസ്റ്റും ചേർത്ത് ചട്ടികളിലാക്കിയ ശേഷം ഇതിലേക്ക് മൈക്കോറൈസ എന്ന സൂക്ഷ്മ മൂലകക്കൂട്ട് ചേർക്കുകയാണ് രീതി. ഇതിൽ വിത്തിടുന്നു. ചോളം, നെല്ല് എന്നിവയാണ് ഉത്തമം. ഇവ വിളവെടുപ്പിന് പാകമാവുന്ന സമയത്ത് ചെടി വെട്ടിമാറ്റുകയും വേരും മണ്ണും യോജിപ്പിച്ച് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് രീതി. എത്ര ചട്ടിയിലേക്കാണോ നമ്മൾ മണ്ണ് സംഭരിക്കുന്നത്, അത് ആ മണ്ണ് ഇത്രയും കല്ലും വേരും ഒക്കെ പോക്കി വൃത്തിയാക്കി എടുത്തിട്ട് മൂടിയിടുക. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിടണം. അതിനുശേഷം മണ്ണിര കമ്പോസ്റ്റും ഈ മണ്ണൂടി മിക്സ് ചെയ്ത് വളരെയധികം കൂട്ടി നന്നായി യോജിപ്പിച്ചിട്ട് ചട്ടിയിൽ നിറയ്ക്കുക. ചട്ടിയിൽ നിറച്ചതിന് ശേഷം മൈക്കോറൈസ എന്ന് പറയുന്ന സൂക്ഷ്മമൂലകൂട്ട് അതിനോടൊപ്പം ചേർക്കുക. ചേർത്തിട്ട് വിത്തിടുക. നമ്മൾ എന്ത് വിത്ത് ഉപയോഗിക്കുക, ചോളവും നെൽവിത്തും ഒക്കെ ഉപയോഗിക്കാം. അത് മുളച്ച് വന്ന് പൂർത്തീകരിക്കുന്നത് പിന്നെ വളർച്ച പൂർണ്ണമാകുന്നതിന് മുമ്പ് തന്നെ അത് വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ വേരും മണ്ണും മാത്രം സംഭരിക്കുക. അത് നന്നായി യോജിപ്പിച്ച് പാക്ക് ചെയ്ത് വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കൃഷിയിൽ ഉപയോഗിക്കുകയോ ചെയ്യാം. ജൈവ കൃഷിക്ക് വോം എന്ന സൂക്ഷ്മമൂലകക്കൂട്ട് ഏറെ ഗുണം ചെയ്യുമെന്ന കണ്ടെത്തലിനെ തുടർന്ന് ഇത് വ്യാപിപ്പിക്കാൻ കൃഷി വകുപ്പ് രംഗത്തിറങ്ങി. കിഴക്കോത്ത് കൃഷിഭവന്റെ പ്രദർശന പ്ലാന്റായാണ് രാധാകൃഷ്ണന്റെ വോം നിർമ്മാണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കാർഷിക മേഖലയിൽ നിറസാന്നിധ്യമായ രാധാകൃഷ്ണൻ സൂക്ഷ്മാണുക്കൂട്ട് കൂടുതൽ നിർമ്മിച്ച് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് 18 താമരശ്ശേരി. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം 9 മണി ഒറ്റനോട്ടത്തിൽ ധന്യ ചേരും.